ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റംലാനൊക്കെ തുടങ്ങി. ഇത് റംലാൻ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അത് വന്നിട്ട് ഞാൻ എടുത്തു വെച്ചിട്ട് ഇതിപ്പോൾ റംലാൻ 5 എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് ഇടാൻ പറ്റാതായിരുന്നാണ്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ആയതുകൊണ്ട് ഞാൻ എല്ലാതും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇടാൻ പറ്റാതെ പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ റംലാൻ ഫസ്റ്റ് ആണ് ഇത് കേട്ടോ. അപ്പോൾ നോമ്പ് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയും അതേപോലെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ ഫസ്റ്റ് ദിവസം. പിന്നെ എനിക്ക് ഉമ്മക്ക് അത്താക്ക് ഇക്കാക്ക് ഒക്കെ ഉണ്ടായിരുന്നു നോമ്പ്. അതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് അത്തയൊക്കെ പള്ളിയിലാണ് പോയി നോമ്പറക്കൽ. ഞാനും ഉമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഉമ്മക്കും വേണ്ടത് മാത്രമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്, അതായത് ആ സമയത്ത് ഉണ്ടാക്കേണ്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കറിക്കുള്ള കാര്യങ്ങൾ മുട്ടക്കറിയാണ്. അപ്പോൾ അതിൻ്റേതായ പൊടികളൊക്കെ ഇട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഡീപ്പായിട്ട് എനിക്ക് അതിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോയി ക്യാമറ വെക്കാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത് ക്ലാരിറ്റി ഇല്ല, വെളിച്ചമില്ല, ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ അടുപ്പിൽ വന്നിട്ട് ഞാൻ ഇമ്മ പരിപ്പിച്ചാറ് വെക്കുന്നുണ്ട്. ഉമ്മ അപ്പോൾ പരിപ്പിച്ചാറ് അത്തായത്തിനുള്ളതായി പരിപ്പിച്ചാറ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ നോമ്പുറക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തണ്ണിമത്തനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പീസ് എടുത്ത് ആദ്യം അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ അറുത്ത് വെച്ച അതിന് ഞാനൊരു ഡ്രിങ്ക് ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത് ആദ്യം തന്നെ. അപ്പോൾ ഈ ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നോമ്പ് തുറന്നാൽ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷമൊക്കെയാണ് കേട്ടോ. അത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ്സൊക്കെ കഴിച്ചാൽ നമുക്ക് വേറെ ഫുഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ എല്ലാ നോമ്പിനും എനിക്കത് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും പാലും അതേപോലെ നമ്മുടെ സർവത്ത് ഉണ്ടല്ലോ അതും ഒക്കെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തം അങ്ങോട്ട് കുത്തി ഇളക്കി അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇതിനെന്തോ ഒരു പേരുണ്ടല്ലോ, എന്തോ ഒരു സർബത്തെന്ന് പേരുണ്ട്. പക്ഷേ ഇതിലേക്ക് വന്നിട്ട് അവർ വന്നിട്ട് ഇതൊക്കെയാണ് ആഡ് ചെയ്യുന്നത്, മിൽക്ക് മെയ്ഡും മറ്റും കാര്യങ്ങളൊക്കെ. ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കസുകസും വെള്ളത്തിലിട്ട് വെച്ചത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എടുത്തിട്ട് അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കടിക്കാൻ ഓവർ വലിയ പീസായത് തന്നെയൊക്കെ എടുത്തിട്ട് അടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയായി. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് തണ്ണിമത്തം മുറിച്ചത്, ഈത്തപ്പഴം ഒക്കെ അവിടെ മുറിച്ച് വെച്ച്. പിന്നെ പരിപ്പച്ചാറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് താളിക്കാനായിട്ട് കുറച്ച് കടുകും കാര്യങ്ങളൊക്കെ ഇട്ട് പൊട്ടിച്ച് അതും താളിച്ച് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പച്ചാറ് റെഡിയായി. മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ഇനി പരത്തണം, ചപ്പാത്തിയുടെ പണിയാണ്. അപ്പോഴത്തേനും ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 6 മണി 6:15 എന്തോ ആയിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ വേഗം ചപ്പാത്തി പണി നോക്കിയിട്ടാ. അപ്പോൾ എനിക്കും ഉമ്മാക്കും ആയതുകൊണ്ട് ഒരു 5 എണ്ണം മതിയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് നോമ്പ് തുറന്നാൽ ഫുഡ് കഴിക്കില്ല, അതുകൊണ്ട് ഒരു 5-6 എണ്ണം ചുട്ടിട്ട് പിന്നെ അങ്ങനെ വേഗം വെച്ചു കേട്ടോ. കാരണം അപ്പോഴത്തേനും കൊടുത്തു. പിന്നെ അങ്ങനെ നമ്മൾ നോമ്പുറക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാനെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഉമ്മ വേണ്ട എടുക്കല്ലേ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോയിൽ ഉമ്മാനെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പക്ഷേ ഉമ്മ അടുത്തിരിക്കുന്നുണ്ട്, നോമ്പ് തുറക്കാനൊക്കെ ഉമ്മ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള ഐറ്റങ്ങൾ. വലുതായിട്ടില്ലെങ്കിൽ ചെറിയൊരു രീതിയിലാണ് കേട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കൽ. അപ്പോൾ ഉണ്ടെങ്കിലൊക്കെ അതിൻ്റേതായ രീതിയിലാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ അത് ഉമ്മ അവിടെ അടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് നോമ്പിന് തന്നെ മോൻ വന്നിട്ട് ഇക്കാൻ്റെ അണ്ണൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു കേട്ടോ. പിന്നെ അവ അവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പം ഞാനും ഉമ്മയും ഇരുന്നിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോമ്പുറക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ വീഡിയോയിൽ ആക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. പിന്നെ അവർക്ക് വരാൻ താല്പര്യമില്ല, പിന്നെ നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് വെള്ളം കുടി ജ്യൂസും കാര്യങ്ങളും മറ്റേ തണ്ണിമത്തൻ ഡ്രിങ്കും ഒക്കെ അങ്ങോട്ട് കുടിച്ച് തീർത്ത് നമ്മൾ പിന്നെ വെള്ളം കുടിച്ച് തീരുമ്പോൾ തന്നെ നമുക്ക് മതിയാവും. അതാണല്ലോ ശരിക്കും. നോമ്പ് തുറന്നാൽ കൂടുതലും കഴിക്കുന്നത് നമ്മൾ വെള്ളം തന്നെ ആയിരിക്കും. ആ വെള്ളം കുടിക്കലല്ലേ എനിക്ക് മന്തിയായി. ഫസ്റ്റ് നോമ്പായതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ക്ഷീണമൊന്നും എനിക്ക് അങ്ങനെ അറിഞ്ഞില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കാറ്റും പിന്നെ വെയിലുണ്ടായിരുന്നു. കാറ്റുണ്ടെങ്കിലും വെയിലുണ്ടല്ലോ, നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ചപ്പാത്തി
ഞാൻ പറഞ്ഞല്ലോ പരത്തി വെച്ചിട്ട് നോമ്പ് തുറന്നതിന് ശേഷമാണ് ചപ്പാത്തി ചുടാൻ നിന്നത് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം വന്നിട്ടാണ് ഞാൻ ചപ്പാത്തി പിന്നെ ചുട്ടെടുത്തത്. കാരണം ആ സമയത്ത് ചുടാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ, വാങ്ങി കൊടുത്തത് കൊണ്ട്. പിന്നെ അതാ ചായയും വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചായയും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഈവനിങ് ചായ നിർബന്ധമാണ്. അപ്പോൾ നോമ്പായതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നോമ്പ് തുറന്നിട്ടാണ് പിന്നെ ചായ കുടിക്കൽ. അപ്പോൾ എനിക്കും ഉമ്മക്കുള്ള ചായയും ഇവിടെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഉമ്മ സൈഡായിട്ടോ, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഉമ്മ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഫുഡ് അങ്ങനെ കഴിക്കാറില്ല, കാരണം പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി ഉണ്ടല്ലോ, ആ കഞ്ഞി കുടിക്കും, വെള്ളവും കുടിച്ച് പിന്നെ ഉമ്മ ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. പിന്നെ ഉമ്മ 9 മണി 10 മണി ആ നേരത്താണ് ഫുഡ് കഴിക്കൽ. പിന്നെ ഞാനിങ്ങനെ ചെവിയിൽ കൈ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ജലദോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചെവി നല്ല പെയിൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെവിയിൽ വെച്ചിട്ട് നിൽക്കുന്നത്. പിന്നെ അങ്ങനെ ഞാനിതവിടെ ചായ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ കണ്ടത് ബാക്കിൽ കഴിച്ച, അതായത് നോമ്പൊറക്കം ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴുകി എടുത്തു വെച്ച് ലാസ്റ്റ് ഉമ്മാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഇന്നത്തെ അതായത് റംലാൻ ഫസ്റ്റത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാനും മറക്കല്ല കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇതേപോലെ വരുന്നവരേക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.